സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതെ, മലപ്പുറം ഒരു പ്രത്യേക രാജ്യം തന്നെയാണ്. അതെ, സ്നേഹം, പരസ്പര ബന്ധവും സഹായവും കരുണയും കരുതലും ഒക്കെ അലങ്കാരമാക്കിയ സ്നേഹത്തിന്റെ രാജ്യമാണ് മലപ്പുറം. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക. പിന്നെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇതിലും കയറി ഇടപെട്ടേക്കാന്ന് വിചാരിച്ചു. ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നുള്ളത് സംശയം വേണ്ടെന്നേ. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. മതം നോക്കി ആദായ നികുതി അടയ്ക്കാത്തവരെ കണ്ടെത്താൻ വിചിത്ര ഉത്തരവ്. ക്രിസ്ത്യാനികളായ അധ്യാപകർ ആരെന്ന് അറിയിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. അരീക്കോട് എഇഒയുടെ ഒരു കത്താണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിൽ മതം നോക്കി ആദായ നികുതി അടച്ച വിവരങ്ങൾ തേടുകയാണ് ഈ കത്തിൽ. അതിൽ എടുത്തു പറയുന്നത്, ഈ കത്തിൽ കൃത്യമായിട്ട് പറയുന്നത്, മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ 20-ാം തീയതിയിലെ ഉത്തരവിന്റെ കൂടുതൽ ഈ വിവരങ്ങൾ, അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കത്ത്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ചേർന്ന് നിൽക്കലും അവിടുത്തെ കരുതലും അവിടുത്തെ സ്നേഹമൊക്കെ ഇതാണ്. മേൽ സൂചിപ്പിച്ച താങ്കളുടെ സ്കൂളിൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാർ ഉണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി 2 ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് എഇഒയുടെ ഈ കത്തിലുള്ളത്. അതാണ് മലപ്പുറത്തിന്റെ മതേതരത്വം. മലപ്പുറത്തിന് ഇതുപോലെ ഒരുപാട് കഥകളുണ്ടാവും. ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം ഉറക്ക മലപ്പുറത്തെക്കുറിച്ച് ചേർന്ന് നിന്ന് പറയാനുള്ള ഒരവസരമായി മാത്രം കണ്ടാൽ മതി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും.